അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഉംറയുടെ പോസ്റ്റർ കണ്ടിട്ട് ഒരാൾ എനിക്ക് വിളിച്ചിരുന്നു. തങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷരീഫിൽ പോയിട്ടൊന്ന് സലാം പറയണം, തങ്ങളോടൊപ്പം വരാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് തങ്ങളെ, ഞാൻ കുറേ കാലമായി അതിനാഗ്രഹിക്കുന്നു, ഒരു ഉംറ നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ അതിന് പണം സ്വരൂപിക്കും, പണം കണ്ടെത്തും, പക്ഷേ ആ സമയം അങ്ങ് എടുക്കുമ്പോൾ അത് വേറെ വഴിക്കങ്ങ്, വേറെ റൂട്ടിൽ, വേറെ വഴിയിലേക്ക് ആ പണം എത്തിച്ചേരുകയാണ്. എനിക്ക് സാധിക്കുന്നില്ല. ഓരോ പ്രയാസങ്ങൾ, ധാരാളം ആളുകൾ വിളിക്കുന്നത് ഹസ്ബൻഡിൻ്റെ ജോലി ശരിയാവുന്നില്ല തങ്ങളെ, എന്തോ ഒരു തടസ്സം പോലെ, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, വീട് പണി തുടങ്ങി തങ്ങളെ, പക്ഷെ അതിനൊന്ന് കയറിയിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകുന്നില്ല. അതിനെന്തോ ഒരു തടസ്സം പോലെ, അതിനെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, കുറേ കടങ്ങളുണ്ട്, കടം വീട്ടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, അതിനെന്തോ ഒരു തടസ്സം, ഒരു ബുദ്ധിമുട്ട് പോലെ, ഞങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് തങ്ങളെ, ആഗ്രഹങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ധാരാളം ആളുകൾ, കുറേ ആളുകൾ വിളിച്ച സങ്കടക്കണ്ണീരാണ്, കുറേ ആളുകൾ വിളിച്ചു പറഞ്ഞ സങ്കടമാണ് ഇത്രയും കാര്യങ്ങൾ. ധാരാളം ആളുകൾ പറയുന്ന ഓരോ പ്രയാസങ്ങളാണ്. നമ്മോട് ബന്ധപ്പെടുന്ന കുറേ ആളുകൾ കുറേ പ്രയാസങ്ങളും പരിവട്ടനങ്ങളും വല്ലായ്മയും പോരായ്മയും പറഞ്ഞ് വിളിക്കാറുണ്ട്. അവർക്കൊക്കെ പറയാനുള്ളത്, തങ്ങളെ ദുആ ചെയ്യണേ, ഞങ്ങൾക്ക് ഇത്രയും പ്രയാസങ്ങളുണ്ട്, ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്, ഞങ്ങൾക്കിതിലേക്കൊന്ന് നടക്കാൻ, ഇതൊന്ന് സഫലമാവാൻ, ഞങ്ങൾക്ക് ഉംറ നിർവഹിക്കാൻ, അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാവാൻ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ജോലി ശരിയാവാൻ, അല്ലെങ്കിൽ മക്കളെ ജോലി ശരിയാവാൻ. മോന് ഗൾഫിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് തങ്ങളെ, കടലും കടന്ന് അക്കരെയാണ്, മഈശത്തും തേടിപ്പോയതാണ്. തങ്ങളെ ജോലിയൊന്നും ശരിയായിട്ടില്ല, തങ്ങളെ ജോലിയൊന്നും ശരിയായിട്ടില്ല, റൂമിൽ തന്നെയാണ്, വിസിറ്റിംഗ് വിസ അടിച്ച് ജോലി ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങളെ ഒന്നും റെഡി ആയിട്ടില്ല, തങ്ങൾ ദുആ ചെയ്യണം. ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? തങ്ങളൊരു ദിക്ർ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതെല്ലാം സാധ്യമാവാൻ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? ഇത്രയും തടസ്സങ്ങൾ ഞങ്ങൾ നീങ്ങാൻ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നൊരു അമല്, ഇന്നൊരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. അത് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി, നമ്മൾ വെറുതെ ചൊല്ലിയിട്ടൊരു കാര്യമില്ല. നമ്മൾ കുറേ അമലുകൾ സ്വീകരിക്കും, കുറേ സയ്യിദന്മാരെടുത്ത് പോകും, ആലിമീങ്ങളെടുത്ത് പോകും, ചികിത്സക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകും, പക്ഷേ നമ്മൾക്ക് വിശ്വാസമാണ് വേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, സയ്യിദിൻ്റെ അടുത്ത്, തങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിലൊരു നേട്ടം അതിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള മനസ്സിൽ ആദ്യം നമുക്ക് വിശ്വാസം ഉറപ്പിക്കണം. മനസ്സിൽ ആദ്യം വിശ്വാസം ഉറപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് നേട്ടം ഉണ്ടാവും. നമുക്ക് വിശ്വാസമില്ലാതെ നമ്മൾ എത്ര ദിക്ർ ചൊല്ലിയിട്ടും എത്ര അമലെടുത്തിട്ടും ഒരു കാര്യമില്ല. നമ്മളതൊക്കെ ചൊല്ലുമ്പോൾ ഇൻഷാ അല്ലാഹ് അവൻ്റെ മുറാദ്, എൻ്റെ മുറാദ് ഇത്തരം മുറാദുകളാണ്. എനിക്കൊരു ഉംറ നിർവഹിക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് പോയിട്ട് ഹബീബിനോടൊന്ന് സലാം പറയാൻ, എൻ്റെ പൊട്ടിക്കരഞ്ഞ് എൻ്റെ സങ്കടങ്ങൾ അവിടെ നിന്ന് ഇറക്കി വെക്കാൻ എനിക്ക് കഴിയണം. അതിന് വേണ്ടി എനിക്ക് ഉംറ ചെയ്യണം എന്നുള്ള നിയ്യത്ത്, ഒരു ഉംറക്ക് പോകാനാണെങ്കിൽ ആ നിയ്യത്ത് വെക്കുക.
എന്നിട്ട് ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലുക. ഈ ദിക്ർ ഇങ്ങനെ അതിൻ്റെ എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ അധികരിപ്പിക്കുക. ഒഴിവുള്ള ഫ്രീയുള്ള സമയത്ത് ഇങ്ങനെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഒരു വിജയം ഇൻഷാ അല്ലാഹ് ഉണ്ടാകുക തന്നെ ചെയ്യും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലിക്കോളി, ഇത് ധാരാളം പതിവാക്കിക്കോളി, ധാരാളം അങ്ങനെ ചൊല്ലുന്നെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വീട് പണിയാണോ ഇൻഷാ അല്ലാഹ് പൂർത്തിയാകും. നിങ്ങൾക്ക് ഉംറക്ക് പോകാനാണോ ഇൻഷാ അല്ലാഹ് സഫലമാകും. ഇൻഷാ അല്ലാഹ് അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാനാണോ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോളി, അത് സാധിക്കുക തന്നെ ചെയ്യും. ഓരോരോ പ്രയാസങ്ങൾ, ഭർത്താവിന് ജോലി ലഭിക്കാനാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കോളി, അതൊരു തടസ്സം ഉണ്ടാവില്ല. ആ തടസ്സങ്ങളൊക്കെ നീങ്ങി ഇൻഷാ അല്ലാഹ് അത് സഫലമാവുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു ഒരു സ്വാലിഹായ ഒരു അമലാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിലൂടെ കാണിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ ദിക്ർ പതിവാക്കുക. എന്തെങ്കിലും തടസ്സമുള്ളവർ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, എന്തെങ്കിലും പ്രയാസത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഇത് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് തങ്ങൾ പറഞ്ഞു തന്നൊരു അമലാണ് എന്നുള്ള മനസ്സോടുകൂടി നിങ്ങളിങ്ങനെ ചൊല്ലിക്കോളി. ഈ മജ്ലിസിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, നമ്മൾ ചൊല്ലുന്ന ഈ ദിക്റിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് സഫലമാവുക തന്നെ ചെയ്യും. എന്ത് പ്രയാസമാണെങ്കിലും, എന്ത് പ്രതിസന്ധിയാണെങ്കിലും, എവിടെ പോയിട്ടും മാറാത്ത അസുഖമാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ലിക്കോളി. എവിടെ പോയിട്ടും മാറാത്ത പ്രതിസന്ധി മുട്ടാണെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അതിനൊരു വിജയം, അതിലൊരു എൻ്റെ അവസാനം ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. إن شاء الله ഈ ദിക്ർ ഇങ്ങനെ നിങ്ങൾ പതിവാക്കുക. ഇതിങ്ങനെ ചൊല്ലന്നെ ഫ്രീയുള്ള സമയങ്ങളിലൊക്കെ ചൊല്ലുക. എന്ത് പ്രയാസമാണെങ്കിലും, ഹസ്ബൻഡിൻ്റെ ജോലിയിൽ പ്രയാസമാണെങ്കിലും ഭാര്യ ഇങ്ങനെ പതിവാക്കുക. എൻ്റെ ഹസ്ബൻഡ് നീയത്ത് എന്താവണം, നീയത്ത് മനസ്സിൽ കരുതണം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി അള്ളാഹു എത്രയും പെട്ടെന്ന് അത് എളുപ്പമാക്കി കൊടുക്കണേ. ഇത്രയും ജോലികൾ, വിചാരിച്ച ജോലി ഉണ്ടാവും, ആ കമ്പനിയിൽ തന്നെ കയറാൻ ആഗ്രഹമുണ്ടാവും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കോളി, ആ കമ്പനിയിൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നിങ്ങളെ മകൻക്ക് ജോലി ലഭിക്കുക തന്നെ ചെയ്യും. എവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് നടക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹുവേ നീ സാധിപ്പിച്ചു തരണേ തമ്പുരാനെ, നീ സാധിപ്പിച്ചു തരണേ തമ്പുരാനെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ സാധിപ്പിച്ചു തരണേ തമ്പുരാനെ, നീ സാധിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ ബുദ്ധിമുട്ടിലായിത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ. ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. ഒരു ദിവസം തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ധാരാളം കോളുകളാണ്, വാട്സപ്പിൽ ധാരാളം മെസ്സേജുകളാണ്. തങ്ങളെ എന്താണ് എടുത്തു നോക്കാത്തത്, തങ്ങളെ എന്താണ് തിരക്കിലാണോ? ചെറിയ തിരക്കുകളെല്ലാം വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുന്ന സമയത്ത് കുറേ ദിവസം നമ്മളിങ്ങനെ മെസ്സേജ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അടിയിലായി വരും. ഫസ്റ്റ് ആദ്യം മെസ്സേജ് അയക്കുന്നവരൊക്കെ ഇങ്ങനെ മേലായി ഇതിങ്ങനെ അടിയിലേക്ക് പോകുന്ന ആ ഒരു പ്രയാസം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും തങ്ങൾക്ക് ഇതുവരെ മെസ്സേജ് അയച്ചിട്ട്, തങ്ങൾക്ക് ഇതുവരെ കോൾ ചെയ്തിട്ട് എടുത്തില്ലല്ലോ, ഇന്ന് തിരിച്ചു വിളിച്ചില്ലല്ലോ, ആർക്കൊരു പരാതി, ഒരു പരിവട്ടം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് അത് എല്ലാവരുടെയും കോളിനും അറ്റൻഡ് ചെയ്ത് അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും. അതിൽ പ്രയാസമില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മരണം വരെ അല്ലാഹുവേ നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ, ഇസ്സത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാ. ഇതൊന്നും നമ്മളൊന്നും ആഗ്രഹിച്ചിട്ടല്ല. അല്ലാഹുവെ കുടുങ്ങിക്കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു അമൽ ചോദിക്കും, ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു കൊടുക്കും. പിന്നെ അത്രയും പ്രയാസപ്പെട്ടുള്ളവർക്ക്, അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സിഹിർ സംബന്ധമായി, കണ്ണീർ സംബന്ധമായി, പൈശാചികമായി എന്തെങ്കിലും ഉപദ്രവ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മളവരെ കണക്ക് നോക്കി അവരെ ട്രീറ്റ് ചെയ്ത് അത് മാറ്റിയെടുക്കേണ്ടി തന്നെ വരും.
അത് മാറ്റിയെടുക്കേണ്ടി തന്നെ വരും, അത് ബാത്തിലാക്കി കളയേണ്ടി തന്നെ വരും. അവർക്ക് അമൽ പറഞ്ഞു കൊടുത്താൽ അവരിങ്ങനെ ചെല്ലുക തന്നെ, അപ്പൊരു സമാധാനവും അപ്പൊരു ശാന്തതൊക്കെ ഉണ്ടാവും. അല്ലാതെ ആ സിഹിർ അത് ബാത്തിലാക്കണമെങ്കിൽ ധാരാളം കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് വിളിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. എല്ലാ സിഹർ, എല്ലാ കണ്ണേറ്, എല്ലാ മാരണത്തെ തൊട്ട് അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ, നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഈ മജ്ലിസിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ 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 മഹാന്മാരായ അംബിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, അവരൊക്കെ ഹക്ക് ജാ ബർക്കത്തുകൊണ്ട് മൺമറഞ്ഞു പോയ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച എല്ലാവരുടെയും ഹക്ക് ജാ ബർക്കത്തുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകല്ലേ നീ നൽകല്ലേ തമ്പുരാൻ. അവരുടെ കാവൽ ഞങ്ങളെ ബൈത്തിനെ തൊട്ട് വീടിനെ തൊട്ട് നീ നൽകണേ നീ നൽകണേ തമ്പുരാനെ, നീ നൽകണേ തമ്പുരാനെ. കുറേ സന്തോഷമാണ്, കുറേ ആളുകൾ സന്തോഷമായി ഹാപ്പി ആയിട്ട് അവരുടെ ഒരു ഹാപ്പിനെസ് അവർ വിളിച്ചു പറയാറുണ്ട്, സന്തോഷമായിട്ട് കോൾ ചെയ്യാറുണ്ട്. തങ്ങൾ അത് ചെയ്തതിൻ്റെ ശേഷം, തങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് ആ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല, കല്യാണം ശരിയായി തങ്ങളെ റാഹത്താണ് എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. അള്ളാഹുവേ അള്ളാഹുവേ നീ ഹൈറായ ദാമ്പത്യ ജീവിതം കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അള്ളാഹുവെ ശിഫയായവരുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ ഇനിയൊരു ബുദ്ധിമുട്ട്, അത്തരം ബുദ്ധിമുട്ടുകൾ പ്രയാസപ്പെടുത്തല്ല തമ്പുരാൻ. ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു അള്ളാഹുവെ. ഇനിയൊരു ബുദ്ധിമുട്ട്, ഇനിയൊരു സിഹിർ, ഇനിയൊരു കണ്ണേർ, ഇനിയൊരു പൈശാചികമായ ഉപദ്രവങ്ങൾ അള്ളാഹു അവർക്ക് ഇനി കൊടുക്കല്ലേ അള്ളാഹ്. അവർ കൊടുത്ത് ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാൻ. അവർക്ക് താങ്ങാനുള്ള ഈമാന് കുറവാണ് അള്ളാഹ്. സാധാരണക്കാരാണ് തമ്പുരാനെ. അള്ളാഹു ഇനി കൊടുക്കല്ല തമ്പുരാൻ. അവരെ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ, പാവങ്ങളെ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. അർഹമുർ റഹീമീനായ അള്ളാഹ്, ഞങ്ങളെ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട്, പ്രവാസികളുണ്ട് തമ്പുരാനെ. നാട്ടിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട് തമ്പുരാൻ. അള്ളാഹുവേ അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. റിസ്ക്കിൽ നീ അള്ളാഹുവേ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ റിസ്ക്കിൽ ഒരു മുട്ട് കൊടുക്കല്ലേ മുട്ട് കൊടുക്കല്ലേ തമ്പുരാനെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അവരുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹുവെ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു അവരെ തൊടുന്നതെല്ലാം അള്ളാഹു നീ ഹൈറിലാക്കണേ നീ ഹൈറിലാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഞങ്ങളെ വീഡിയോ ഫോളോ ചെയ്യുന്നവരുണ്ട്. എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്താൽ ആ വീഡിയോ പോയി കാണുന്ന ആളുകളുണ്ട് തമ്പുരാനെ. അവരെ കുഴക്കല്ലേ അവരെ ബുദ്ധിമുട്ടിലായിത്തല്ലേ അവരെ കുഴക്കല്ലേ തമ്പുരാനെ, പ്രയാസത്തിലായിത്തല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ നമ്മളെ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്തുണ്ട്. അവരെ പ്രയാസപ്പെടുത്തല്ലേ പ്രയാസപ്പെടുത്തല്ലേ തമ്പുരാനെ. അവരെ ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ. തങ്ങളെപ്പോഴാണ് ഉംറക്ക് പോകുന്നത് ഞാനുമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. മക്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അള്ളാഹുവെ അവർക്ക് തൗഫീഖ് കൊടുക്കണേ അവർക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ആരോഗ്യം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു അവർക്ക് രോഗങ്ങൾ കൊടുത്ത് അവരെ പ്രയാസപ്പെടുത്തല്ലേ തമ്പുരാനെ. പാപം പതിഞ്ഞ പാദം മതാഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് അള്ളാഹുവെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മ പെറ്റ കൽബ് പോലെ തിരിച്ചു വരാൻ അള്ളാഹു അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹുവേ റഹ്മത്തുർ റഹീമീനായ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ ഈമാൻ സലാമത്തിലാക്കണേ തമ്പുരാനെ. പല ജാതി രോഗങ്ങളുള്ളവർ വിളിച്ചിരുന്നു. അള്ളാഹുവേ രോഗം നീ ശിഫയാക്കണേ തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ എന്ത് പ്രയാസമാണെങ്കിലും എന്ത് രോഗമാണെങ്കിലും അള്ളാഹുവേ നിനക്കറിയാമല്ലോ തമ്പുരാനെ. ഏകനായ നിനക്കറിയാമല്ലോ എന്ത് രോഗമാണെന്ന് നിനക്കറിയാമല്ലോ തമ്പുരാനെ. നീ ശിഫ കൊടുക്കണേ നമ്മളെ മഹാന്മാരാക്കി ബർക്കത്ത് കൊണ്ട് ഉപ്പൂപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്ക് ബർക്കത്തുൽ അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഒരു ഉമ്മ വിളിച്ചിരുന്നു, എൻ്റെ മകന് ഇത്രയും പ്രയാസമുണ്ട്, പ്രതിസന്ധിയാണ്, തങ്ങളെ രോഗമാണ്,
അല്ലാഹുവേ രോഗം നീ ശിഫയാക്കണേ അല്ലാ, രോഗം നീ ശിഫയാക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ, നീ കൊയക്കല്ല തമ്പുരാനെ. ഞങ്ങളെ വീഡിയോ കാണുന്നവരെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. തങ്ങളെ വീഡിയോയിൽ അവസാനത്തെ ദുആയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്, ആമീൻ പറയുന്നവരുണ്ട്. അല്ലാഹുവേ കൊയക്കല്ലേ അല്ലാ. അല്ലാഹുവേ ദുആ ചെയ്യുന്നവര് മോശമാണെങ്കിലും ധാരാളം ആളുകളാണ് ഈ വീഡിയോയുടെ കണ്ടുപോകുന്നത്. വീഡിയോ കണ്ടുപോകുന്ന തമ്പുരാനെ ഉപ്പൂപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് ജബർക്കത്ത് കൊണ്ട് തമ്പുരാനെ അവരെ പ്രയാസത്തിലായിത്തല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാ. അവരെ നീ കഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ. രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. ക്യാൻസർ കൊടുക്കല്ലേ തമ്പുരാനെ. ട്യൂമർ കൊടുക്കല്ലേ തമ്പുരാനെ. അറ്റാക്ക് കൊടുക്കല്ലേ തമ്പുരാനെ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ. ലിവർ സംബന്ധമായ രോഗങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ. ഹൃദയം സംബന്ധമായ രോഗങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ അർഹമർ റഹീമീനായ തമ്പുരാനെ, ഊരക്ക് പ്രയാസമാണ്, തങ്ങളെ ദുആ ചെയ്യണം. ഊരവേദനയാണ് അല്ലാഹുവേ, ഊരവേദന നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. നീയാണ് ഷാഫി തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. കാൽമുട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ, നീയാണ് ഷാഫി തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉള്ളവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, നീയാണ് ഷാഫി തമ്പുരാനെ, നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. തലവേദനയായി പ്രയാസപ്പെടുന്നവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, മാറാത്ത തലവേദന കൊടുക്കല്ലേ അല്ലാ. കൊള്ളവർക്ക് അല്ലാഹുവേ നീ ശിഫയാക്കണേ അല്ലാ. നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. മൈഗ്രെയിൻ പോലുള്ള തലവേദന ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. നൽകല്ലേ തമ്പുരാനെ, നൽകല്ലേ അല്ലാ. പ്രയാസപ്പെടുത്തല്ലേ തമ്പുരാനെ. ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ. അർഹമർ റഹീമീനായ അല്ലാ, മാരകമായ രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലോ അല്ലാഹുവെ. താങ്ങാനുള്ള ഈമാൻ ഞങ്ങൾക്ക് കുറവാണ് തമ്പുരാനെ. അല്ലാഹു, അത്തരം രോഗങ്ങൾ താങ്ങാനുള്ള ഈമാൻ ഞങ്ങൾക്ക് കുറവാണ് അല്ലാഹുവേ. രോഗങ്ങൾ നൽകല്ലേ അല്ലാ, രോഗങ്ങൾ നൽകല്ലേ തമ്പുരാനെ. അർഹമർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ പ്രയാസത്തിലായിത്തല്ലേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവർ അല്ലാഹു നീ ബുദ്ധിമുട്ടിലായിത്തല്ലേ അല്ലാ, നീ ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് തമ്പുരാനെ. നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തും, താടി തലയിലേക്ക് കെട്ടപ്പെടും അല്ലാഹുവേ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ അല്ലാഹുവേ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ ഖബറിലേക്ക് ഊരക്ക് കയറിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും. ഞങ്ങളെ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും അല്ലാഹുവേ. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ, രക്ഷ നൽകണേ തമ്പുരാനെ, രക്ഷ നൽകണേ തമ്പുരാനെ. ഉപ്പൂപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റിഖായിലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ പാപികളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് സ്വർഗം ചോദിച്ചു വാങ്ങാൻ ഞങ്ങൾക്ക് അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗം ചോദിച്ചു വാങ്ങാൻ, അവകാശപ്പെട്ടു വാങ്ങാൻ അല്ലാഹുവേ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളടുത്ത് ഒന്നുമില്ല തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم.